തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഏവരുമായി ചിന്തിക്കുവാൻ വിഷയോപയോഗിക്കുന്ന വാക്യം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 54-ാം വാക്യം. അവർ വിസ്മയഭരിതരായി ചോദിച്ചു, ഇവന് ഈ ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന്? ഇവൻ ആ തച്ചന്റെ മകൻ അല്ലേ? തച്ചന്റെ മകനെന്നായിരുന്നു ക്രിസ്തുവിന് ലഭിച്ച വിശേഷണം. ജോസഫും യേശുവും തച്ചുപണിക്കാരായിരുന്നു എന്നത് യാദൃച്ഛികതയല്ല. അത് ഭൂമിയിലെ ഏറ്റവും ധ്യാനവും ഭാവനയും സർഗാത്മകതയും കൃത്യതയും ആവശ്യമുള്ള ഒരു തൊഴിലാണ്. ആത്മീയതയും വളരെയധികം കൃത്യതയും സർഗാത്മകതയും ആവശ്യമുള്ള കാര്യം തന്നെയാണ്. യേശുവിനെ രൂപപ്പെടുത്തിയ ആത്മീയമായ പരിസരങ്ങളിൽ ഒന്ന് യൗസേപ്പ് എന്ന നീതിമാനായ തച്ചനായിരുന്നു. സുവിശേഷം അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ആ പേരിലാണ്. ഓരോരുത്തർക്കും അർഹതയുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതാണ് നീതി. ദൈവത്തിന് ആരാധന, കന്യകമറിയാമിന് സംരക്ഷണം, യേശുവിന് വാത്സല്യം, ഇതെല്ലാം യഥോചിതം നൽകുവാൻ തക്കവണ്ണം ഏറ്റവും ശ്രദ്ധിച്ച ആളായിരുന്നു നീതിമാനായ യൗസേപ്പ്. എല്ലാം സമൃദ്ധമായി നൽകി. വിശുദ്ധ വേദപുസ്തകം ഒരാൾക്ക് ഏറ്റവും വാത്സല്യത്തോടെ നൽകുന്ന വിശേഷണമാണ് നീതിമാൻ. വളരെയധികം അസ്വസ്ഥതകളിലൂടെ ജോസഫ് കടന്നുപോകുന്നുണ്ട്. അത് നീതിമാന്മാരുടെ ഒരു പ്രതിസന്ധിയാണ്. യൗസേപ്പ് പലതിൻ്റെയും പ്രതീകമാണ്. ആത്മാഭിമാനവും ആഹ്ലാദവും സ്ഫുരിക്കുന്ന തൊഴിൽ സംസ്കാരത്തിൻ്റെ പ്രതീകം. അങ്ങനെ ഒരു തൊഴിൽ സംസ്കാരത്തിലേക്ക് ചെറുപ്പം തൊട്ടേ വന്നു എന്നതായിരുന്നു യേശുവിൻ്റെ ഭാഗ്യം. അങ്ങനെയാണ് അവിടുത്തെ വാക്കിനും പ്രവൃത്തികൾക്കും ഇത്രയും കൃത്യതയും സൗന്ദര്യവും ദൃഢതയും ലഭിച്ചത്. തൊഴിൽ ശിക്ഷയാണ് എന്ന് പഠിപ്പിക്കുന്ന ആധുനിക ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ തൊഴിലിനോട് ഏറ്റവും സന്തോഷത്തോടുകൂടെ പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യർക്ക് കരുണീയം. ഡു വാട്ട് യു ലവ് ആൻഡ് ലവ് വാട്ട് യു ഡു. നല്ലതായി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട് യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ. നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ എപ്പോഴും ശ്രേഷ്ഠരായി പ്രവർത്തിക്കുവാനും ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുവാനും ക്രിസ്തു നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. ബേത്ലഹേമിൽ നിന്നും നമ്മളിലേക്ക് എത്തുന്നത് ഒരു വലിയ പ്രകാശമാണ്. ആ പ്രകാശത്തിന് അനുരൂപരാകുവാനും ആ പ്രകാശത്തിൽ ജീവിക്കുവാനുമാണ് ഈ ക്രിസ്മസിൻ്റെ സമയത്ത് നമുക്ക് ചിന്തിക്കേണ്ടത്. കന്യകമറിയം എല്ലാ വിനയത്തിൻ്റെയും ശ്രേഷ്ഠമായ പേടകമാണ്. ഹ്യൂമിലിറ്റി ഈസ് ദ കാസറ്റ് ഓഫ് ഓൾ വെർച്യൂസ്. സംതൃപ്തിയും താഴാഴ്മയും വിനയവും നിറഞ്ഞു നിൽക്കുന്നയാളാണ് കന്യകമറിയം. ആ രീതിയിൽ നമ്മുടെ ജീവിതങ്ങളെ ശ്രേഷ്ഠമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കട്ടെ. സ്നേഹപൂർവം പ്രവർത്തിക്കുമ്പോൾ ആണ് നമ്മോടും മറ്റുള്ളവരോടും ഈശ്വരനോടും നാം ബന്ധിക്കപ്പെടുന്നത്. സ്നേഹപൂർവം അധ്വാനിക്കുന്നതിലൂടെയാണ് ജീവിതത്തിൽ സന്തോഷം കൈവരുവാൻ സാധിക്കുന്നത്. ഏവർക്കും സന്തോഷമുള്ള ക്രിസ്മസും പുതുവത്സരവും ആശംസിക്കുന്നു.